ടിക്കറ്റ് ഫിനാലെ ഇത് മോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗബ്രി പവർ റൂമിൽ വെച്ച് അഭിഷേകിന്റെ ടിക്കറ്റ് ഫിനാലെ ഇത് ഞാനിപ്പോ നിന്റെ അടിച്ചു മാറ്റി കഴിഞ്ഞാൽ എനിക്ക് ഫിനാലയിൽ കയറാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. തമാശയ്ക്ക് ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പൊ അഭിഷേക് പറയണം, നീ എന്തിനാടാ അടിച്ചു മാറ്റുന്നത്, 2 ദിവസം കഴിഞ്ഞാൽ നീ പോരെ, നിനക്ക് ഫിനാലെ കാണാമല്ലോ എന്ന് പറയുന്നു. ഗബ്രി ഉദ്ദേശിച്ചത് ഒരു മത്സരാർത്ഥിയായിട്ട് ഫിനാലെ വേദിയിൽ നിൽക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത്. അപ്പൊ അഭിഷേക്, നീ എന്തിനാണ് അടിച്ചു മാറ്റുന്നത്, 2 ദിവസം കഴിയുമ്പോൾ നിനക്ക് കാണാമല്ലോ എന്ന രീതി പറയുന്നു. എന്തായാലും ഗബ്രി തിരിച്ചു വന്നു കഴിഞ്ഞ ഒരു മൊത്തത്തിലൊരു പോസിറ്റീവ് വൈബാണ്. ഇതുവരെ മറ്റെല്ലാ മത്സരാർത്ഥികളോടും ഇങ്ങനെ ചിരിച്ച് സംസാരിക്കുന്ന ഒരു ഗബ്രീനെ ഇതുവരെ ബിഗ് ബോസ് വീട്ടിൽ നമ്മൾ കണ്ടിട്ടില്ല. ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന സമയത്ത് ജാസ്മിനോടാണ് ഒരു കൂടുതൽ സമയം സംസാരിച്ചുകൊണ്ടിരുന്നത്. മറ്റുള്ളവരോട് അങ്ങനെ ചിരിച്ച് സംസാരിക്കുന്ന ഒരു ഗബ്രി എന്ന് പറഞ്ഞത് വളരെ കുറവായിരിക്കും. എന്നാൽ റീ എൻട്രി ചെയ്ത് കഴിഞ്ഞപ്പോൾ മൊത്തത്തിലൊരു പോസിറ്റീവ് വൈബാണ്. എല്ലാവരോടും പോയി സംസാരിക്കുന്നുണ്ട്. ജിൻഡോ, അഭിഷേക്, പൂജ, ഋഷി, ശ്രീരേഖ, യമുന എല്ലാവരുടെയും അടുത്ത് പോയി ഗബ്രി സംസാരിക്കുന്നുണ്ട്. ഗബ്രി ചിരിച്ച് തമാശകൾ പറയുന്നുണ്ട്. ഗബ്രി പാട്ടുകൾ പാടി എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഗബ്രി നേരത്തെ നിന്നിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ടോപ്പ് 5 അല്ലെങ്കിൽ ഒരു ടോപ്പ് 3 കാണേണ്ട ഒരു മത്സരാർത്ഥിയായിരുന്നു ഗബ്രി. എന്തായാലും നിർഭാഗ്യം എന്ന് പറയട്ടെ. എന്തായാലും ഇനി ഒരു ബിഗ് ബോസ് അൾട്ടിമേറ്റിൽ കാണാൻ കഴിയുമോ എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. ബിഗ് ബോസിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.